ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. 16 സീറ്റുകളിലേക്കുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 14 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ CPM മത്സരിക്കും. പൊന്നാനിയിലും ഇടുക്കിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനമെന്നും കോടിയേരി പറഞ്ഞു. കാസർഗോഡ് KP സതീഷ് ചന്ദ്രൻ, കണ്ണൂർ PK ശ്രീമതി ടീച്ചർ, വടകര P ജയരാജൻ, കോഴിക്കോട് A പ്രദീപ് കുമാർ, മലപ്പുറം PP സാനു SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ആലത്തൂരിൽ PK ബിജുവും പാലക്കാട് MB രാജേഷും ചാലക്കുടിയിൽ ഇന്നസെന്റും വീണ്ടും മത്സരിക്കും. എറണാകുളത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവാണ് സ്ഥാനാർത്ഥി. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി VN വാസവൻ മത്സരിക്കും. MLA മാരായ AM ആരിഫ് ആലപ്പുഴയിലും വീണ ജോർജ് പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികളാകും. കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാലാണ് സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ A സമ്പത്തിന് ഇത് തുടർച്ചയായ 3-ാം ഊഴം. പൊന്നാനിയിൽ ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂർ MLA PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇടുക്കിയിൽ സിറ്റിംഗ് MP ജോയ്സ് ജോർജിൽ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിക്കുകയാണ് CPM. വനിതാ പ്രാതിനിധ്യം കുറഞ്ഞെന്ന വിമർശനത്തിന് രണ്ടുപേരും ജയിക്കുന്ന സ്ഥാനാർത്ഥികളാണ് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. MLA മാരുടെ സ്ഥാനാർത്ഥിത്വത്തെയും കോടിയേരി ന്യായീകരിച്ചു. MLA-മാർ മത്സരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണയും MLA-മാർ മത്സരിച്ചിട്ടുണ്ടല്ലോ. MA ബേബി കഴിഞ്ഞ തവണ MLA ആയപ്പോഴല്ലേ മത്സരിച്ചത്. മുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ നാളെ തുടങ്ങി 20-നുള്ളിൽ പൂർത്തിയാക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇത് പ്രചരണ രംഗത്ത് മേൽക്കൈ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി നേതൃത്വം. 6 സിറ്റിംഗ് എംപിമാരും 6 MLA-മാരും അടങ്ങുന്നതാണ് ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലുള്ള വികസന മുരടിപ്പ് ഒരു പുതിയ സ്ഥാപനമാകട്ടെ അല്ലെങ്കിൽ ആ രീതിയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ദേശീയ തലത്തിൽ നിന്ന് നമുക്ക് പത്തനംതിട്ടയ്ക്ക് ലഭിച്ചിട്ടില്ല ഒന്നും. അപ്പോൾ അതിനെതിരെയുള്ള ഒരു വലിയ വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, അരൂരിൻ്റെ അലയലികൾ, അരൂരിൽ ബന്ധമുള്ള അരൂരുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് കരുനാഗപ്പള്ളി വരെയുള്ള മുഴുവൻ ആളുകൾ. അവർ തീർച്ചയായും എൻ്റെ പ്രവർത്തനവും LDF-ൻ്റെ ശരിയായ രാഷ്ട്രീയവും ഒക്കെ വിലയിരുത്തി അവർ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും, ഒരു സംശയമില്ല. കോട്ടയം നിയോജകമണ്ഡലത്തിലും 2004 വൻ വിജയം കരസ്ഥമാക്കിയ മണ്ഡലമാണ്. ഇന്ന് ആ അനുകൂല ഘടകം കോട്ടയം മണ്ഡലത്തിലും വന്നിരിക്കുന്നു. ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ സഭാതലങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. തങ്ങളെ ചതിച്ചവരെ തങ്ങൾക്കും ചതിക്കാൻ അവസരം, അല്ലെങ്കിൽ തങ്ങൾക്കും പ്രതികാരം ചെയ്യാൻ അവസരം. 2 മണ്ഡലങ്ങൾക്കകത്തും ഏറ്റവും അനുയോജ്യരായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്നതാണ് പാർട്ടി കണ്ടത്. അത് നല്ല രീതിയിൽ തന്നെ ഫലം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്തിനു വേണ്ടി ചെലവ് ചെയ്തു, എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു. ഞാനൊരു 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി നമ്മൾ ചെയ്തത്. വെറുതെ ഒരു സിനിമാ നടനായി വന്ന് നിന്നവനാണ് ഞാനിവിടെ. അന്ന് എന്നെ കാണാൻ വന്നിരുന്നവരും ഇത് ഇയാൾ സ്ഥിരം നമ്മൾ കാണാറുള്ള സിനിമാ നടൻ, അങ്ങനെയാണ് അവർ നോക്കി കണ്ടിരുന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ LDF ഏറ്റവും തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നതിനുള്ള ഇടപെടൽ നിശ്ചയമായും ജനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാന സഹായത്തോടുകൂടി ഏറ്റെടുക്കും. പാർട്ടിയെ സംബന്ധിച്ച് തുടക്കം മുതലേ പൊന്നാനി പാർലമെന്ററി പാർട്ടിയും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് ഞാൻ മത്സരിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരോപണങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ആളാണ്. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാകണം. അടിസ്ഥാനരഹിതമായി അവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും എൻ്റെ നാട്ടിലെ ജനം തള്ളിക്കളഞ്ഞതാണ്. ഞാൻ എപ്പോഴും ജനങ്ങളോടൊപ്പമായതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല ഫീഡ്ബാക്കാണ്. ഏത് സന്ദർഭത്തിൽ ഇവിടെ പോയാലും നല്ല ഒരു എന്നെ ജനങ്ങൾ സ്വീകരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഇപ്പോഴേ ഒരു കാര്യം പറയാനുള്ളത്, വടകര മണ്ഡലം LDF തിരിച്ചു പിടിക്കും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി വടകര മണ്ഡലത്തിൽ LDF ജയിക്കും. ഒരു പ്രധാനപ്പെട്ട മണ്ഡലം എന്നുള്ള നിലക്ക് ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളും
പിടിച്ചെടുക്കുക എന്നുള്ളത് പാർട്ടി മുൻകൂട്ടി തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും എന്നുള്ളതാണ് പാർട്ടി ആ നിലയിൽ ആലോചിച്ചത്. അപ്പോൾ ആ നിലയിലുള്ളൊരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടതിൽ സന്തോഷവും അത് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്ന ആത്മവിശ്വാസമുണ്ട്. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 2 തവണ പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഭംഗിയായി ചുമതലാബോധത്തോടുകൂടി നിറവേറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടി കണക്കാക്കി എന്നാണ് അതിനർത്ഥം. കഴിഞ്ഞ 2 തവണയും എങ്ങനെയാണോ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയത് അതുപോലെ തന്നെ തുടർന്നും ഉത്തരവാദിത്വം നിറവേറ്റി. 10 വർഷം നടത്തിയിട്ടുള്ള പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ആലത്തൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന് ഉപയോഗിക്കാനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായം വാങ്ങിക്കാനും ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുണ വലിയ തോതിൽ ആലത്തൂരിലെ ജനത എനിക്ക് നൽകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. LDFന്റെ തന്നെ ബഹുജന അടിത്തറ വിപുലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. പിന്നെ കഴിഞ്ഞ 10 വർഷം UDFന്റെ പാർലമെൻറ്റ് അംഗം ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് UPA സർക്കാരിനും BJP സർക്കാരും ഒക്കെ വന്നിട്ടും അവർക്ക് പിന്തുണ ലഭിക്കാഞ്ഞിട്ടും പാർലമെൻറ്റ് അംഗത്തിന് ഇവിടെ വികസന കാര്യങ്ങളിൽ വിശേഷിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. പാർലമെന്റിൽ പാർട്ടിക്ക് പ്രതിനിധി വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം എന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് CPM സംസ്ഥാന നേതൃത്വം. പരമ്പരാഗത UDF കോട്ടകളിൽ പോലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിരത്തിയാണ് CPM ഒരു മുഴ മുൻപേ ഇറങ്ങുന്നത്. 2 വനിതകൾ, 4 സിറ്റിംഗ് MLAമാർ, 6 സിറ്റിംഗ് MPമാർ, 2 ജില്ലാ സെക്രട്ടറിമാർ, ഒപ്പം പുതുമുഖമായി SFIയുടെ ദേശീയ പ്രസിഡന്റ് VP സാനുവും. മുൻകാലങ്ങളിൽ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളുടെ പേരിൽ വിമർശനങ്ങൾ കേട്ട CPM ഇത്തവണ അതിന് തുനിഞ്ഞില്ല. ജനകീയത മുഖ്യ മാനദണ്ഡമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ജയസാധ്യതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണം മുഖ്യ ചർച്ചയാകുന്ന കാലത്ത് 2 സ്ത്രീകളെ മാത്രം രംഗത്തിറക്കിയത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. 2 വനിതകൾ ഇത്തവണ ജയിക്കുന്ന സീറ്റിലാണ് മത്സരിപ്പിക്കുന്നത്. ആരോപണങ്ങളും വിവാദങ്ങളും തീരുമാനത്തെ ബാധിച്ചില്ലെന്നുള്ളതിന് തെളിവാണ് P. ജയരാജന്റെയും PV അൻവറിന്റെയും സ്ഥാനാർത്ഥിത്വം. ജയരാജനെതിരെ CBIയുടെ തുടർ നടപടികളുണ്ടായാൽ അത് പ്രചാരണ രംഗത്തെ മാറ്റിമറിക്കും. താരസംഘടന അമ്മയുടെ പ്രസിഡന്റായിരിക്കെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇന്നസെന്റിന്റെ നിലപാടുകളെ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ ഇടതു സഹയാത്രികർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന വിവാദങ്ങളെ എങ്ങനെ മറികടക്കുമെന്നതാണ് ഇനി CPMന് മുന്നിലുള്ള കടമ്പ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാകും. ലീഗിന്റെ 2 സീറ്റുകളിൽ മലപ്പുറത്ത് നമ്മുടെ ബഹുമാന്യരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ സാഹിബുമായിരിക്കും ഇവിടെ മത്സരിക്കുന്നത്. 3ാം സീറ്റെന്ന ലീഗിന്റെ ആവശ്യം തൽക്കാലം ഉപേക്ഷിച്ചെന്നും 2ാം രാജ്യസഭാ സീറ്റെന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചുവെന്നും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ഭൂരിപക്ഷ സീറ്റ് കോൺഗ്രസ് നേടേണ്ടത് BJPക്കെതിരെ ഒറ്റക്കക്ഷി ആവാൻ അനിവാര്യമായതിനാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു. പക്ഷേ രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന 2 സ്ഥാനങ്ങൾ ഒഴിവ് വരുന്ന മുറക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മുഹമ്മദ് ഷഹീദ്, ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ പറഞ്ഞു കേട്ടിരുന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപക്ഷെ മണ്ഡലം മാറിയേക്കാം, കുഞ്ഞാലിക്കുട്ടി മത്സരിക്കില്ല. ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണോ, പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെയാണോ ലീഗ് ഇറങ്ങുന്നത് മത്സരരംഗത്ത്? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇപ്പോൾ വിരാമമായിരിക്കുന്നു. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും തന്നെ മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അല്പം മുമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ ഈ മണ്ഡലം വെച്ച് മാറുമെന്നുൾപ്പെടെയുള്ള ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് തൽക്കാലം വേണ്ടെന്നുള്ള ഒരു അന്തിമ നിലപാടിലേക്ക് ഇപ്പോൾ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നേതാക്കന്മാർ എത്തിയിരിക്കുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ 3ാം സീറ്റ് വേണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറാനും അവർ തീരുമാനിച്ചിരിക്കുന്നു. 2 സീറ്റ് തന്നെ മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നു. അതിന് കാരണമായി മുസ്ലിം ലീഗ് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകളിൽ ജയിച്ചു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ട് ഇത്തരമൊരു ആവശ്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. മറിച്ച് വരുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള ഒഴിവ് മുസ്ലിം ലീഗിന് ലഭിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ ഉറപ്പിന്മേൽ ഇത്തരമൊരു ആവശ്യത്തിൽ പിന്മാറുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇപ്പോൾ മലപ്പുറത്ത് മത്സരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയും
രാഷ്ട്രീയം ഇ ടി മുഹമ്മദ് ബഷീർ നമ്മോടൊപ്പമുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇ ടി മുഹമ്മദ് ബഷീർ നമ്മോടൊപ്പം ചേരുകയാണ്. മൂന്നാം തവണയാണ് പൊന്നാനിയിൽ മത്സരത്തിന് ഒരുങ്ങുന്നത്. എങ്ങനെ കാണുന്നു പൊന്നാനിയിൽ? പലരും പറഞ്ഞിരുന്നു പൊന്നാനി ഇത്തവണ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന്. അത്തരം ആശങ്ക നിലനിൽക്കുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉജ്ജ്വലമായ വിജയം ഉണ്ടാവും. മൂന്നാമത്തെ ടൈമാണ്. അവിടെ വളരെ എല്ലാവരും ഇപ്പോഴെ തന്നെ വളരെ ഹാപ്പിയാണ്. പിന്നെ UDF സംവിധാനം വളരെ ഭദ്രമാണ്. തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും നമ്മൾ മുമ്പേ ഒരുങ്ങണം എന്നുള്ള നിലയിൽ ഞങ്ങൾ തുടങ്ങി വെച്ച വർക്കിൽ അതിലും കോൺഗ്രസ് ഒരുപടി മുമ്പിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നല്ല വിജയമുണ്ടാകും. PV അൻവറിനെ രംഗത്തിറക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇല്ല, ഞങ്ങൾക്ക് കാൻഡിഡേറ്റിന്റെ സ്വഭാവങ്ങളോ വ്യക്തി അതല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ധാരാളം മെറ്റീരിയൽ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, ഞങ്ങളൊക്കെ മണ്ഡലത്തിലുണ്ടാക്കിയ വികസനങ്ങൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിലും അതിന് മുമ്പത്തെ ഇലക്ഷനിലുള്ള ഭൂരിപക്ഷത്തെ കുറച്ച് കടത്തി വെട്ടുന്ന മേലെയുള്ള ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല ബോധ്യമാണ്. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുകയാണ്. എത്രത്തോളം വിജയ പ്രതീക്ഷ? കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതീക്ഷ? പൊന്നാനിയിലും മലപ്പുറത്തും രണ്ട് സ്ഥലത്തും ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണ്. 10-20 സീറ്റിൽ വലിയ വിജയപ്രതീക്ഷ മിക്ക സീറ്റിലും ഉള്ളപ്പോൾ സ്വാഭാവികമായും മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ നല്ല ലീഡുണ്ടാവും. മത്സര ചിത്രം തെളിയട്ടെ, നമുക്ക് നോക്കാം. ഈ മണ്ഡലം വെച്ച് മാറുമെന്നുള്ള ചർച്ചകളൊക്കെ നടന്നതായി വാർത്തകൾ വന്നിരുന്നു. അത് എത്രത്തോളം ശരിയാണ്? അത് അങ്ങനെയുണ്ടോ? പാർട്ടിക്കുള്ളിൽ പല ചർച്ചയും നടക്കുമല്ലോ. അന്തിമ തീരുമാനമല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ബാക്കിയൊക്കെ മീഡിയ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. പൊന്നാനിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി പാർട്ടി നേരിടുന്നുണ്ടോ? ഒരു പ്രതിസന്ധിയില്ല, അതാ ഞാൻ പറഞ്ഞത്. അവിടെ UDF ഒറ്റക്കെട്ടാണ്. അവിടെ വൻ വിജയം. കോൺഗ്രസ് ചില പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയതായുള്ള വാർത്തകളൊക്കെ ഇതൊക്കെ സാധാരണയല്ലേ. ഇതൊക്കെ ഓരോ പാർട്ടികൾ അവരുടെ അഭിപ്രായം പറയുന്നതൊക്കെ സാധാരണയാണ്. അങ്ങനെ അതിനെ പറ്റി അവരെന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ പറയുന്നു. മൂന്നാം സീറ്റ് വിഷയത്തിൽ രാജ്യസഭ പിന്മാറുകയാണല്ലോ. രാജ്യസഭ സീറ്റ് ലഭിക്കുമെന്ന വിഷയം എന്തെങ്കിലും ഉറപ്പ് കോൺഗ്രസിന്റെ ഭാഗത്ത്? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു. ഇടതുപക്ഷത്തിന് ശേഷം UDFൽ ആദ്യം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്ന കക്ഷിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മത്സരരംഗത്ത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച ഇനി ഡൽഹിയിൽ. മുതിർന്ന നേതാക്കൾ തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും KC വേണുഗോപാലും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും. KPCC ആസ്ഥാനത്ത് ഇന്ന് നടന്ന ചർച്ചയിൽ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകി. കിരൺ ബാബു ചേരുന്നു. കിരൺ, വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ആരെയൊക്കെ പരിഗണിക്കുന്നു? മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമോ? മുതിർന്ന നേതാക്കളെല്ലാം മത്സരരംഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് പാർട്ടിയുടെ പൊതുവികാരം. എന്നാൽ ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം മാത്രമാവും. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ, VM സുധീരൻ എന്നിവരുടെ പേരുകളാണ് ഇത്തരത്തിൽ പരിഗണനയിലേക്കുള്ളത്. ഇതിൽ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും തങ്ങൾ മത്സരരംഗത്തില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളവരാണ്. എന്നാൽ ഹൈക്കമാൻഡ് ഭാഗത്തു തീരുമാനം വന്നാൽ ഇവരുടെ ഈ വ്യക്തിപരമായ ഇവരുടെ തീരുമാനവും മാറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെ സംബന്ധിച്ച് 28 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സ്ഥാനാർത്ഥികളെ ചുമതലയുള്ള ACCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് KC വേണുഗോപാലിന്റെ മത്സരരംഗത്ത് നിൽക്കുന്ന വിഷയവും സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനിക്കുക. മറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള ഒരു പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. VM സുധീരനടക്കം തൃശ്ശൂരിലേക്കടക്കം പരിഗണിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പ്രധാനമായും ഇടുക്കിയിലേക്കാണ് ഉമ്മൻചാണ്ടിയുടെ പേരുള്ളത്. വടകരയിൽ P ജയരാജൻ വരുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. ആലപ്പുഴ സീറ്റ് വിജയം ഉറപ്പാക്കാൻ വേണ്ടി KC വേണുഗോപാൽ മത്സരിക്കണം എന്നാണ് അഭിപ്രായമുള്ളത്. മാത്രമേ രണ്ടിലെ പിളരുമോ എന്നറിയാൻ ഒരു ദിവസം മാത്രം. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾ നാളെ നടക്കാനിരിക്കെ കേരള കോൺഗ്രസിലെ ഇരുവിഭാഗവും ഉറച്ച നിലപാടിലാണ്. സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തിൽ ജോസഫ് ഉറച്ചു നിൽക്കുമ്പോൾ അത് തകർക്കാനുള്ള നീക്കത്തിലാണ് മാണി വിഭാഗം. നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി. ജോസഫും മാണിയും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ കോട്ടയം സീറ്റിൽ ആരു മത്സരിക്കുമെന്ന അനിശ്ചിതത്വം തുടരുകയാണ്. സഭാ നേതൃത്വങ്ങൾ വഴി ജോസഫിനെ അനുനയിപ്പിക്കാൻ മാണി നടത്തിയ നീക്കവും പൂർണ്ണമായി വിജയം കണ്ടിട്ടില്ല. ഇതോടെയാണ് ജോസഫിനെ സ്വാഗതം ചെയ്യാതെ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്ന കടുത്ത നിലപാടിലേക്ക് ജോസ് കെ മാണി എത്തിയത്. പാർട്ടി തീരുമാനമെടുക്കും. ഉമ്മൻചാണ്ടിയെ തന്നെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും സജീവമാണ്. അങ്ങനെയെങ്കിൽ ഇടുക്കി സീറ്റ് മാണി വിഭാഗത്തിന് നൽകി ജോസഫ് സ്ഥാനാർത്ഥിയാകും. പക്ഷേ ഈ നീക്കങ്ങളെ ജോസ് കെ മാണി തള്ളിക്കളയുന്നു. കോട്ടയത്തിന് പുറമെയാണല്ലോ നമ്മൾ സീറ്റുകൾ രണ്ടാമത് ചോദിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? രണ്ടിലയുടെ രാഷ്ട്രീയത്തിൽ നാളത്തെ ദിവസം നിർണായകമാണ്. തർക്കങ്ങൾ രൂക്ഷമായാൽ മാണിയെയും ജോസഫിനെയും ചുമതലപ്പെടുത്തി യോഗം പിരിയാനാണ് സാധ്യത. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ നടക്കേണ്ടതിനാൽ കേരള കോൺഗ്രസിന്
തീരുമാനത്തിലെത്തിയേ മതിയാകൂ. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടരുന്ന ആശയക്കുഴപ്പം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന BJP ക്യാമ്പിന് വലിയ വെല്ലുവിളിയാവുകയാണ്. തിരുവനന്തപുരം ഒഴികെ വിജയസാധ്യത പുലർത്തുന്ന പല പ്രധാന മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ധാരണയിലെത്താൻ BJP കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ കുമ്മനം രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നത് പ്രവർത്തകർക്ക് ആവേശമായിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ഇടതുമുന്നണിക്ക് പിന്നാലെ UDFും അവസാനഘട്ട ചർച്ചകളിലാണ്. 2 ദിവസത്തിനുള്ളിൽ UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പക്ഷേ BJP ക്യാമ്പിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിലൊന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു രൂപവുമില്ല. ഇതിനിടെ കുമ്മനം രാജശേഖരന്റെ തിരിച്ചുവരവ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശത്തിന് വഴിവെച്ചിട്ടുണ്ട്. കുമ്മനത്തെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് തിരുവനന്തപുരം പാർലമെന്റിന്റെ ചരിത്രത്തിൽ NDA നേടുന്ന ഒരു റെക്കോർഡ് വിജയമായിരിക്കും അത് എന്നുള്ളതിൽ സംശയമില്ല. BDJSുമായുള്ള സീറ്റ് വിഭജനത്തിൽ പോലും അന്തിമധാരണ ഉണ്ടായിട്ടില്ല. BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളി മത്സരിക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുന്നതാണ് ഇതിനു കാരണം. സംസ്ഥാനത്തെ മുൻനിര നേതാക്കൾ എല്ലാവരും തന്നെ സീറ്റിനായി രംഗത്തുണ്ട്. പക്ഷേ വിജയിക്കണമെങ്കിൽ പൊതുസമ്മതനെ രംഗത്തിറക്കണമെന്നതാണ് RSS നിലപാട്. A+ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ പൊതുസമ്മതർക്ക് തന്നെയാണ് പ്രധാന പരിഗണന. കുമ്മനം രാജശേഖരനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തിലൂടെ സംസ്ഥാന BJPയിൽ RSS നേതൃത്വം കൂടുതൽ പിടിമുറുക്കുകയാണ്. പാർട്ടി പുനഃസംഘടനയ്ക്ക് ശേഷം BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ കൂടുതൽ അസംതൃപ്ത വിഭാഗങ്ങൾ രൂപപ്പെടുന്നതിനിടയിൽ കൂടിയാണ് കുമ്മനം രാജശേഖരൻ തിരിച്ചെത്തുന്നത് എന്നതും പ്രസക്തം. ഇതോടെ സംസ്ഥാന നേതൃത്വത്തിന് ബദലായി കുമ്മനം രാജശേഖരനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ശാക്തിക കേന്ദ്രം രൂപപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തിരുവനന്തപുരത്തിന് പുറമെ സംസ്ഥാനത്തിന്റെ പല മണ്ഡലങ്ങളിലും കുമ്മനം രാജശേഖരൻ തന്നെയായിരിക്കും പ്രചരണത്തിന്റെ കേന്ദ്രം. കുമ്മനത്തിന്റെ മടങ്ങിവരവ് പാർട്ടിയിൽ നേതൃമാറ്റത്തിന് വഴിവെക്കുമെന്നും BJPയുടെ ചില കേന്ദ്രങ്ങൾ സൂചന നൽകുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ചൊവ്വാഴ്ചയ്ക്കകം ഉണ്ടാകുമെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ ഇന്നും ഡൽഹിയിൽ യോഗം ചേരുകയാണ്. 7-8 ഘട്ടങ്ങളിലായാകും വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് തീയതികൾ അറിയാൻ രാജ്യം കാതോർത്തിരിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻസ് തുടരുകയാണ്. ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു നേരത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. എന്നാൽ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 5 മെഗാ ഉദ്ഘാടനങ്ങളുടെ സമയക്രമം വന്നതോടെ ഇന്നും പ്രഖ്യാപനമുണ്ടാകില്ലെന്ന് ഉറപ്പായി. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് ഏത് ദിവസവും പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. സംസ്ഥാന സന്ദർശനങ്ങൾക്ക് ശേഷം കമ്മീഷൻ സുരക്ഷാ സന്നാഹങ്ങളെപ്പറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ചകൾ പൂർത്തിയാക്കി. ഏപ്രിൽ-മെയ് മാസങ്ങളിൽ 7-8 ഘട്ടങ്ങളിലായാകും വോട്ടെടുപ്പ്. കഴിഞ്ഞ തവണ 9 ഘട്ടങ്ങളായിരുന്നു. വോട്ടെണ്ണൽ മെയ് 3-ാം വാരം പ്രതീക്ഷിക്കാം. ലോക്സഭയുടെ കാലാവധി ജൂൺ 3 വരെ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പ്രഖ്യാപനം ഏതാനും ദിവസം വൈകിയതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളുടെ വിശദീകരണം. കേരളത്തിൽ വിഷുവിനും ഈസ്റ്ററിനും ഇടയിലോ മെയ് ആദ്യമോ തീയതി നിശ്ചയിക്കുന്ന കാര്യമാണ് ചർച്ചകളിൽ ഉയർന്നത്. 1150 പ്രശ്നബാധിത ബൂത്തുകളുള്ള സംസ്ഥാനത്ത് സുരക്ഷയ്ക്കായി 149 കമ്പനി അർദ്ധ സൈനിക വിഭാഗങ്ങളെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. P. ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി MV ജയരാജന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല നൽകും. സദാർ ലംഘനത്തെ തുടർന്ന് പുറത്തായ P. ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും ധാരണയായി. P. ശശി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായേക്കും. P. ജയരാജൻ വടകരയിൽ നിന്ന് ജനസമ്മതി തേടാൻ തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിലാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല MV ജയരാജനിൽ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന MV ജയരാജൻ തലസ്ഥാനമൊഴിയും. പകരം P. ശശിയെ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ല. P. ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. സദാചാര ലംഘനത്തെ തുടർന്ന് പുറത്തായ P. ശശി കഴിഞ്ഞ ജൂലൈയിലാണ് പാർട്ടിയിൽ തിരിച്ചെത്തിയത്. തലശ്ശേരി ഏരിയയ്ക്ക് കീഴിലെ ജില്ലാ കോടതി ബ്രാഞ്ചിലാണ് അംഗത്വം നൽകിയത്. 2 മാസം മുമ്പ് ഇന്ത്യൻ ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതും പാർട്ടി നിർദ്ദേശപ്രകാരമാണ്. 2011 P. ശശി പുറത്തായപ്പോഴാണ് P. ജയരാജൻ ജില്ലാ സെക്രട്ടറിയായത്. ലൈംഗികാരോപണ കേസിൽ 2016 കോടതി P. ശശിയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി മുങ്ങിയ നീരവ് മോദി ലണ്ടനിലെന്ന് സ്ഥിരീകരണം. ലണ്ടനിൽ ആഡംബര ജീവിതം നയിക്കുന്ന മോദിയുടെ വീഡിയോ ബ്രിട്ടീഷ് ദിനപത്രമായ ടെലഗ്രാഫ് പുറത്തുവിട്ടു. കാവൽക്കാരൻ എന്നവകാശപ്പെടുന്ന നരേന്ദ്രമോദി ചങ്ങാതികളെ സഹായിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വായ്പാ തട്ടിപ്പ് നടത്തി 1 വർഷം മുമ്പ് മുങ്ങിയ നീരവ് മോദി ലണ്ടനിലെ വെസ്റ്റ് എൻഡിൽ സുഖജീവിതത്തിലാണ്. 8 മില്യൺ യൂറോയുടെ അപ്പാർട്ട്മെന്റ്, ധരിച്ചിരിക്കുന്നത് ഒട്ടകപ്പക്ഷിയുടെ തുകൽ കൊണ്ടുള്ള കോട്ട്, വില 9 ലക്ഷം രൂപയോളം.
പുതിയ വജ്രവ്യാപാര സ്ഥാപനത്തിന്റെ ഉടമ. ഓൺലൈൻ ബാങ്ക് ഇടപാടുകൾക്ക് സർക്കാർ രേഖകൾ. വളർത്തുനായയുമായി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പതിവ് നടത്തം. ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫാണ് ഇന്ത്യയിലെ പിടികിട്ടാപ്പുള്ളിയുടെ സുഖജീവിതത്തിന്റെ വിവരങ്ങൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടത്. തെരുവിൽ പിന്തുടർന്നു ചെന്ന് റിപ്പോർട്ടർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പ്രതികരിക്കാനില്ലെന്ന ഒരു വാചകം മാത്രം. മോഡിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശക്തമായ സമ്മർദ്ദം തുടരുകയാണെന്നും ബ്രിട്ടനിൽ നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച നീരവ് മോദിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ നൽകിയ അപേക്ഷ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലാണ്. ന്യൂസ് 18 ഡൽഹി. കശ്മീരിൽ സൈനികനെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത തെറ്റെന്ന് പ്രതിരോധ മന്ത്രാലയം. വാർത്ത വെറും ഊഹാപോഹം മാത്രമാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിമാനം വീണ്ടും വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദം വിദേശകാര്യ മന്ത്രാലയം തള്ളി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷണർമാർ ഇന്ന് തിരികെ ഓഫീസിൽ പ്രവേശിക്കും. മധ്യ കശ്മീരിലെ ബുഡ്ഗാം ജില്ലയിൽ നിന്നും സൈനികനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു റിപ്പോർട്ട്. ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രി റെജിമെന്റിലെ മുഹമ്മദ് യാസിൻ ഭട്ടിനെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത്. അവധിക്ക് വീട്ടിലെത്തിയ യാസിനെ ചിലരെത്തി കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ മുഹമ്മദ് യാസിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും യാസിൻ സുരക്ഷിതനാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. മാധ്യമങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് വസ്തുതാപരമല്ലെന്നും പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അതേസമയം ഇന്ത്യയുടെ വിമാനം വീണ്ടും വെടിവെച്ചിട്ടതിന്റെ ദൃശ്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകാത്തതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ചോദിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണർ സൊഹൈൽ മഹ്മൂദ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സ്ഥിതിഗതികൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നോടിയായാണ് സൊഹൈൽ മഹ്മൂദ് ഇമ്രാനുമായി കൂടിക്കാഴ്ച നടത്തിയത്. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയെ ഇന്ത്യയും തിരികെ വിളിച്ചിരുന്നു. ന്യൂസ് 18 ഡൽഹി. രാജസ്ഥാനിൽ പാകിസ്ഥാന്റെ ആളില്ലാ വിമാനം സൈന്യം വെടിവെച്ചിട്ടു. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലാണ് പാക് ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയത്. രാവിലെ 5-ന് ഡ്രോൺ അതിർത്തി കടന്നെത്തിയത് കണ്ട BSF ജവാന്മാർ വെടിയുതിർക്കുകയായിരുന്നു. 10 ദിവസത്തിനിടെ 3-ാം തവണയാണ് അതിർത്തി കടന്നെത്തിയ പാക് ഡ്രോണുകളെ ഇന്ത്യ വീഴ്ത്തുന്നത്. വെന്തുരുകി കേരളം. വേനൽ കടുക്കും മുമ്പ് വരണ്ടുണങ്ങി കോൾ നിലങ്ങൾ. തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളാണ് കടുത്ത വരൾച്ചയെ അഭിമുഖീകരിക്കുന്നത്. പൊന്നാനി കോൾ നിലത്തെ പ്രധാന ജലസ്രോതസ്സായ നൂറടിത്തോട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ വയൽ വരണ്ടുണങ്ങി. ഏത് കടുത്ത വേനൽക്കാലത്തും വെള്ളം സുലഭമായിരുന്നു പൊന്നാനിയിലെ കോൾ മേഖലയിൽ. ജലക്ഷാമം കാരണം കൃഷി കരിയുന്നത് ഇവിടെ അപൂർവമാണ്. പക്ഷേ ഈ കാഴ്ചകൾ കർഷകന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. നെല്ല് മുളപൊട്ടും മുമ്പേ നിലം വരണ്ടുണങ്ങി. പൊന്നാനി കോൾ മേഖലയിലെ നൂറടിത്തോടിന്റെ കൈവഴിയിലേക്ക് വെള്ളമെത്താത്തതാണ് പ്രതിസന്ധിയായത്. വെള്ളം ഇരിക്കാൻ നൂറടിത്തോടിൽ വെള്ളമില്ല. അതിൽ വെള്ളം കുറയുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ വെള്ളം കൊണ്ടുവരിക. അത് ആ കനാൽ വഴിയാണ് കൊണ്ടുവരുന്നത്. ഇപ്പം നൂറടിത്തോടിൽ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല അവിടെ നിന്ന് കൊണ്ടുവരാൻ. 11 ഏക്കർ പണിയെടുത്തതിൽ ആകെ 4 ഏക്കർ എനിക്ക് ശരിയായി വന്നിട്ടുള്ളൂ. അതിനുള്ള വെള്ളം ഇപ്പോൾ ഉള്ളൂ. ബാക്കി 7 ഏക്കറിൽ വെള്ളം കൊടുക്കാതെ ഉണ്ട്, ഉണങ്ങിക്കെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരൾച്ചയുടെ സൂചന മാത്രമാണിത് എന്നും വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ കോൾ മേഖലയിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നും കർഷകർ. ഉദ്ദേശം 7200 ഏക്കറോളം കൃഷി ചെയ്തിട്ടുള്ള പൊന്നാനി കോൾ മേഖലയിൽ ഈ രീതിയിൽ മഴ ലഭിക്കാതെ പോവുകയാണെങ്കിൽ ഉദ്ദേശം ഒരു 1000-ഓളം ഏക്കർ നെൽകൃഷിയെ കാര്യമായി ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച അടയ്ക്കാനായാൽ വേനലിൽ കോൾ മേഖല ഇത്ര വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരില്ലായിരുന്നു. പ്രയോജനമില്ലാത്ത പദ്ധതിയായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുടരുമ്പോൾ ആശ്വാസമായി വേനൽ മഴ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് നെൽകർഷകർക്കുള്ളത്. മീനമാസം തുടങ്ങും മുമ്പേ പൊന്നാനി കോൾ മേഖലയിലെ പാടങ്ങൾ വിണ്ടുകീറിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന വേനൽ അതിരൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ കാഴ്ചകൾ. പൊന്നാനി കോൾ മേഖലയിൽ നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആകാശ് ഇന്ന് വിവാഹിതനാകും. റോസി ബ്ലൂ ഡയമണ്ട്സ് ഉടമ റസൽ മേത്തയുടെ മകൾ ശ്ലോക മേത്തയാണ് വധു. വാദ്രയിലെ ജിയോ വേൾഡ് സെന്ററിലാണ് വിവാഹം.